ഈ നിസ്കാരത്തിലൊന്നും തീരെ ഫോക്കസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ചെക്കന്മാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ റീസൺ? ഞാൻ പറഞ്ഞുതരാം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൽബൊന്നുമല്ല, നമ്മുടെ ബ്രെയിനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിൻ ഒരു ലോ ഫോളോ ചെയ്യുന്നുണ്ട്. അഥവാ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രമേ നമ്മളെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പൊ നിസ്കാരം എല്ലാ ദിവസവും ഒരേപോലെ ചെയ്യുമ്പം ഇത് ഇയാളുടെ ലൈഫിലുള്ള ഒരു ഡെയിലി റൂട്ടീൻ മാത്രമാണെന്ന് ബ്രെയിൻ ടാഗ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് കുറയും. സൈക്കോളജി പറയുന്നത് നമ്മുടെ ബ്രെയിനിന് ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങളിൽ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ്. ബ്രെയിൻ മെയിൻലി ഇമോഷൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ റബ്ബുമായിട്ട് ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങളുടെ ക്രഷ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ഓൺ ടൈമിൽ നിങ്ങളുടെ ബ്രെയിൻ ഫുള്ളി അറ്റൻഷൻ കൊടുക്കും. ബിക്കോസ് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സണൽ മെസ്സേജ് ഫോർ യു. പടച്ചോനുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവാത്ത കാലത്തോളം നിങ്ങൾക്ക് നിസ്കാരത്തിൽ കുത്തിമറിയാന്നല്ലാതെ ഫോക്കസ് കിട്ടൂല. ഫോക്കസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് അല്ല വേണ്ടത്, ഫീലിങ്സ് ആണ്. ആ ഫീലിങ്സ് ഇവിടെ നിന്ന് ഉണ്ടാവണം. അത് പടച്ചോൻ ഇഷ്ടപ്പെടുന്ന സമയത്തേ കിട്ടുള്ളൂ.